ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ അഞ്ജന, പുനലൂർ പൊയ്യാനി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആണ്. പെൺകുട്ടികൾ ഉറപ്പായും എടുക്കേണ്ടുന്ന ഒരു പ്രതിരോധ വാക്സിനെ കുറിച്ച് പറയാനാണ് ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത്. HPV വാക്സിൻ അഥവാ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ എന്ന വാക്സിനെ കുറിച്ചാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. മേഡം, എന്താണ് HPV വൈറസ് എത്ര തരത്തിലുണ്ട്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന ഒരു DNA വൈറസ് ആണ് HPV എന്ന് പറയുന്നത്. HPV ഹൈ റിസ്ക് സ്ട്രെയിൻസും ലോ റിസ്ക് സ്ട്രെയിൻസും ഉണ്ട്. ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു 200-ൽ പരം HPV സ്ട്രെയിൻസ് ഉണ്ട്. അതിൽ ഹൈ റിസ്ക് സ്ട്രെയിൻസ് ആയിട്ടുള്ള 16, 18 ഒക്കെയാണ് ക്യാൻസർ ഉണ്ടാക്കുന്ന HPV വൈറസുകൾ. അല്ലാതെ ലോ റിസ്ക് സ്ട്രെയിൻസ് ഉണ്ട്, അതായത് 6, 11 മുതലായ കുറച്ച് സ്ട്രെയിൻസ്. അത് അയനോജെനിറ്റൽ വാർഡ്സ്, അരിമ്പാറ പോലുള്ള ചെറിയ അസുഖങ്ങളാണ് അത് ഉണ്ടാക്കുന്നത്. 80% സെർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയഗള ക്യാൻസർ HPV ഹൈ റിസ്ക് സ്ട്രെയിൻസ് കാരണമാണ് ഉണ്ടാവുന്നത് എന്ന് നിസ്സംശയം തെളിഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ഏതൊക്കെ ക്യാൻസറിനെതിരെ വാക്സിൻ എടുക്കാം? HPV സ്ട്രെയിൻസ് ഉണ്ടാക്കുന്ന വൾവൽ, വെജൈനൽ, ഏനൽ അല്ലെങ്കിൽ ഓറൽ ക്യാൻസേഴ്സ്, ഓറോഫാരഞ്ചൽ ക്യാൻസേഴ്സ് എന്നിവയ്ക്കെതിരെയാണ് ഈ HPV വാക്സിൻ ഫലപ്രദമായി കണ്ടിട്ടുള്ളത്. ഇപ്പം നമ്മൾ എടുക്കുന്ന ഈ വാക്സിൻ വർഷങ്ങൾക്ക് ശേഷമുള്ള ക്യാൻസറിനെ തടയുമോ? അത് ഇപ്പം മനസ്സിലാക്കി തരണമെങ്കിൽ എന്താണ് ഈ ക്യാൻസർ സെർവിക്സ് എങ്ങനെ ഉണ്ടാവുന്നു, HPV എങ്ങനെയാണ് സെർവിക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ ഒരു കോമണസ്റ്റ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ആണ്. ഓൾമോസ്റ്റ് ഒരു 90% ലേഡീസിനും അവരുടെ ലൈഫ് ടൈമിൽ ഇത് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ എല്ലാവരിലും അത് ക്യാൻസറായിട്ട് പ്രോഗ്രസ് ചെയ്ത് പോവാറില്ല. യൂഷ്വലി ഒരു 70 to 80% അത് തന്നെത്താനെ അങ്ങ് ഹീൽ ചെയ്യും. അല്ലെങ്കിൽ ഇത് HPV വൈറസ് ശരീരത്തിൽ കടക്കുന്നത് ലൈംഗിക വീഴ്ചയിലൂടെ അല്ലെങ്കിൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടാണ്. അതിൽ ഒരു 80% അത് തന്നെ ഒരു ഇൻഫെക്ഷൻ അങ്ങ് തന്നെത്താനെ അതങ്ങ് മാറിപ്പോവുകയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇൻഫെക്ഷന് വേണ്ടി ട്രീറ്റ് ചെയ്യുമ്പോൾ അതങ്ങ് നോർമലാകും. പക്ഷേ ഒരു 15 to 20% അത് പ്രോഗ്രസ് ചെയ്ത് സെർവൈക്കൽ ക്യാൻസർ പ്രിക്കേഴ്സേഴ്സ് ആവും, അതായത് പ്രീ ക്യാൻസറസ് ലീഷൻസ് ആവുന്നുണ്ട്. അതിന് ഒരു 15 തൊട്ട് 20 വർഷം വരെ എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും HPV ഇതിന് പ്രതിരോധിക്കാനായിട്ട് കുത്തിവയ്പ്പ് എടുക്കുന്നത് വഴി ഈ ക്യാൻസർ ഉണ്ടാവുന്നത് നമുക്ക് തടയാൻ പറ്റും. ഈ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് സേഫ് ആണോ? വാക്സിൻ സേഫ് ആണ്. വാക്സിൻ നല്ലോണം സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. സയൻറ്റിഫിക്കലി ഒരുപാട് ക്ലിനിക്കൽ ടെസ്റ്റിങ്ങും ട്രയൽസും എല്ലാം കഴിഞ്ഞിട്ടാണ് വാക്സിൻ ഈ കമ്പനി ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. അതിന് ബെനിഫിറ്റ്സ് ആർ ഔട്ട്വേയിങ് ദ റിസ്ക്. അതുകൊണ്ട് റിസ്കിനേക്കാട്ടും കൂടുതൽ അതിന് ബെനിഫിറ്റ്സ് ആണ് വരുന്നത്. ക്യാൻസറിനെതിരെ ഒരു പ്രതിരോധ കുത്തിവയ്പ്പ് എന്നുള്ളത് നമുക്ക് ഈ സെർവൈക്കൽ ക്യാൻസറിന് മാത്രമേ ഇങ്ങനെ HPV വാക്സിനേഷൻ വന്നിട്ടുള്ളൂ. അല്ലാതെ ഒരുപാട് ക്യാൻസേഴ്സ് ഉണ്ടെങ്കിലും അതിനെതിരെ വാക്സിൻസ് ഒന്നും ഇതുവരെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും വാക്സിൻ ഈസ് പ്രൊട്ടക്റ്റീവ്. വാക്സിന് ബെനിഫിറ്റ്സ് ആണ് കൂടുതൽ. ചെറിയ മൈനർ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവാം, ചെറിയ തടിപ്പ് അല്ലെങ്കിൽ റെഡ്നസ് മുതലായവ. അത് ഏത് ഇഞ്ചക്ഷൻസിനൊക്കെ പോലെ തന്നെ അത് ഇതിനും ഉണ്ടാവാം. പക്ഷേ മേജർ സൈഡ് എഫക്ട്സ് ഒക്കെ റെയറാണ്. ഇതിൻ്റെ ഡോസേജ് എങ്ങനെയായിരിക്കും മാഡം? പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും 9 to 14 ഇയേഴ്സ് ഉള്ള ആൺകുട്ടികൾക്കും 9 to 25 ഇയേഴ്സ് വരെയുള്ള പെൺകുട്ടികൾക്കുമാണ് വാക്സിൻ കൊടുക്കണമെന്ന് നിഷ്കർഷിച്ചിട്ടുള്ളത്. അത് 9 to 14 ഇയേഴ്സ് ഉള്ള ഏജ് ഗ്രൂപ്പിന് 2 ഡോസ് വാക്സിനാണുള്ളത്. 0 ഡോസും 6 മന്ത്സിലുമാണ്. അതായത് ആദ്യത്തെ ഡോസ് എടുത്തതിന് കറക്റ്റ് 6th മന്തിൽ അടുത്ത ഡോസേജ് എടുക്കുക, 2 ഡോസ് മാത്രം. അതേസമയം 15 to 25 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പിന് 3 ഡോസ് വാക്സിൻ എടുക്കേണ്ടതാണ്. അത് 0, 2 and 6 മന്ത്സ്. അതിൽ 0 ഡോസ് എടുത്ത് 2ാം മാസം അടുത്ത ഡോസ്, 3ാമത്തെ ഡോസ് 6ാമത്തെ മാസം. ഈ വാക്സിൻ എല്ലാം ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ ആയിട്ടാണ് എടുക്കുന്നത്. യൂഷ്വലി ഡെൽറ്റോയിഡ് മസിൽ, കൈയിലോ അല്ലെങ്കിൽ തൊടയിൽ ലാറ്ററൽ ആസ്പെക്റ്റിലോ ഒക്കെയാണ് എടുക്കുന്നത്. DPIM ആയിട്ടാണ് എടുക്കുന്നത്. ഓഗസ്റ്റ് 2-ാം തീയതി പൊയ്യാനി ആശുപത്രിയിൽ വെച്ച് HPV വാക്സിൻ്റെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് എല്ലാ അമ്മമാരും അവരുടെ പെൺകുട്ടികളെ ഇത് മനസ്സിലാക്കി ഈ വാക്സിൻ എടുക്കാൻ വേണ്ടി, ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ഈ വാക്സിൻ തൊട്ടടുത്ത് നിങ്ങൾക്ക് ലഭ്യമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി എല്ലാവരെയും കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. WHO ഒരു സ്ട്രാറ്റജി അനുസരിച്ച് 90% വാക്സിനേഷൻ വഴി നമ്മൾക്ക് ഈ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് WHO ഒരു സ്ട്രാറ്റജി പോലെ നോക്കുന്നത്. നമ്മളും അതിൽ പങ്കാളികളാവുക. എത്രയും പെട്ടെന്ന് വാക്സിൻ എടുത്ത് ഈ ക്യാൻസറിനെ നമുക്ക് തുടച്ചു നീക്കാൻ പറ്റണം. സെർവൈക്കൽ ക്യാൻസർ വളരെ മാരകമായ ഒരു അസുഖമാണ്.
അത് നമ്മളാൽ കഴിയുന്ന വിധം ചെറിയ പ്രതിരോധ ഇഞ്ചക്ഷൻ വഴി നമുക്കത് തുടച്ചു മാറ്റാൻ പറ്റും. എല്ലാവരും വരണമെന്നുള്ള അഭ്യർത്ഥന കൂടിയുണ്ട്.